മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത പലതും ഈ സീസണിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുവരെ ഇല്ലാത്ത രീതിയിലായിരുന്നു ലാലേട്ടന്റെ പല പ്രതികരണങ്ങളും. തുടക്കത്തിൽ തന്നെ താൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വന്നു കയറിയ ദിവസം മുതൽ വഴക്കും വക്കാണവും മാത്രമായി നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഒന്ന് അറിയുവാൻ പോലും നിങ്ങളുടെ കൂടെ ഇവിടെ പാർക്കുന്ന വ്യക്തികൾ ആരാണെന്നും അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും അവർ ഇവിടെ നിന്ന് വന്നതാണെന്നും അവർ എന്ത് ചെയ്യുകയാണെന്നും ഇതൊന്നും തന്നെ അറിയുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുമായിട്ട് വഴക്ക് കൂടുക എന്നുള്ളത്. ലജ്ജാകരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ഈ കാര്യങ്ങളെ വിശേഷിപ്പിച്ചത്. അത് കറക്റ്റാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി താൻ ചില ആൾക്കാരെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അങ്ങനെ എഴുന്നേറ്റ് വന്ന വ്യക്തികളോട് അടുത്തിരുന്ന വ്യക്തിയെക്കുറിച്ച് ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കൃത്യമായി പേര് പോലും അറിയുവാൻ കഴിയുന്നില്ല. നോറ എന്നൊരു പെൺകുട്ടിയുമായിട്ട് ഗബ്രി ആ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊരിഞ്ഞ പോരാട്ടങ്ങൾ നടത്തി. ഇന്ന് ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശരിക്കും നോറയുടെ പേരെന്താണ്? ആ പേര് പറയാൻ പോലും അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഗബ്രിയെ മാത്രമല്ല മറ്റു ചിലരെ കൂടി എഴുന്നേൽപ്പിച്ചു. ഇവർക്ക് പരസ്പരം ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര ലജ്ജാകരമാണ്. 24/7 ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, 2 or 3 എഴുന്നേൽപ്പിച്ച് നിർത്തിയ ആൾക്കാരുടെ പ്രശ്നമല്ലത്. അവിടെ വന്നു കയറിയിരിക്കുന്ന മിക്ക ആൾക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ചിലർക്ക് ചിലരോട് കൂടുതൽ അടുപ്പമുണ്ട്, ചിലരുമായി ചില വ്യക്തികൾക്ക് യാതൊരു സമ്പർക്കവുമില്ല. പിന്നെ എങ്ങനെയാണ് പരസ്പരം പരിചയപ്പെടാനും അവരെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുക? മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്തരം നിലവാരം കുറഞ്ഞ മത്സരാർത്ഥികൾ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ലാലേട്ടൻ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു വെളിപ്പെടുത്തുകയായിരുന്നു. ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ അപരനെ ആക്രമിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം മാറുകയാണോ? അൻസിബ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ കറക്റ്റ് ആയിരുന്നു. ബിഗ് ബോസ് എന്ന ഈ വീട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിചിതമാണ്. പല തരത്തിലുള്ള ആൾക്കാർ പാർക്കുന്ന നമ്മുടെ സമൂഹം, ആ സമൂഹത്തിന്റെ ഒരു മിനിയേച്ചറാണ് ബിഗ് ബോസ് വീട്. പല ടൈപ്പിലുള്ള ആൾക്കാർ, പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, പല സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാർ. ഈ ആൾക്കാർ ഒരുമിച്ചൊരു വീട്ടിൽ വന്നു കഴിയുമ്പോൾ ലക്ഷ്യം കപ്പടിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. എന്നാൽ ഇതൊരു വീടാണെന്നും ഈ വീടിനെ ഒരു കുടുംബമാക്കി മാറ്റുവാൻ കഴിയുമെന്നും ഈ വീട്ടിലുള്ള സഹജീവികൾക്ക് എന്നെപ്പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയുള്ളവരാണെന്നും അതൊക്കെ പങ്കുവെക്കുമ്പോഴാണ് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഈ കൂട്ടർക്ക് ഇല്ലാതെ പോയി. സത്യത്തിൽ ലാലേട്ടൻ നടത്തിയ കുറ്റാരോപണവും ആ കുറ്റാരോപണത്തിന്റെ മുമ്പിൽ മറുവാക്കു പറയുവാൻ കഴിയാതെ വായു പൊളിച്ചു നിന്ന ആ വീട്ടിലെ ഓരോ മത്സരാർത്ഥികളും വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്: തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. ചുരുക്കത്തിൽ കുറ്റക്കാർ അവരല്ല. പല ആവർത്തി പല ഒഡീഷനുകൾ കഴിഞ്ഞ് പല ഇന്റർവ്യൂകളും കഴിഞ്ഞ് അവരെ ആഴത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് അപഗ്രഥിച്ചതിന് ശേഷമാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തവർക്ക്, ഈ ഇന്റർവ്യൂ നടത്തിയവർക്ക് അവർക്കാണ് തെറ്റിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്തു വിട്ട വ്യക്തികൾ ശരിയായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തുടക്കത്തിലെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. എത്ര ഏച്ചു കെട്ടുവാൻ ശ്രമിച്ചാലും ഇത് മുഴച്ചു തന്നെ ഇരിക്കും. ഇനി ഒരുപക്ഷെ മറ്റൊരു സംശയം കൂടിയുണ്ട്. എല്ലാം മാറ്റിപ്പിടിച്ചേക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ മത്സരാർത്ഥികളും മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചതാണോ എന്നുള്ളതാണ് ആ സംശയം. കാരണം എല്ലാ സീസണുകളിലും അടിയും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും സഹജീവിയോടുള്ള സ്നേഹവും കാരുണ്യവും ആർദ്രതയും മനസ്സലിവും ഒക്കെ അവിടെ വെളിപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ ഈ വീട് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇത് മാറ്റിപ്പിടിച്ചത് തന്നെ ആകാനാണോ വഴി? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം.